ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലുമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ, ഒരു സ്മൈലിനെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പം മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം തലേ ദിവസം തന്നെ രാത്രി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ അനിയത്തി കിച്ചണിലേക്ക് വന്നിട്ട് വെള്ളപ്പം ചുടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അതുപോലെ എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എഗ്ഗ് കറക്റ്റ് നമ്മൾ കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ ബാക്കി വെള്ളപ്പൊക്കെ ഞാൻ ചുടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി തന്നെ ഇതുപോലെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഈസി ആയിട്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയും. കുറേ ടൈം വേസ്റ്റ് ആവില്ല കേട്ടോ. നമ്മൾ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ട് എന്താണ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറിക്കിട്ടും തലേദിവസം പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്ന് ഇത് പ്ലാൻ ചെയ്തത് കൊണ്ട് തന്നെ അനിയത്തിക്ക് സുഖമായിട്ട് കിച്ചണിലേക്ക് വന്നിട്ട് വെള്ളപ്പം ചുടാനും എഗ്ഗ് പുഴുങ്ങാനൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അവൾക്ക് ഒരു ക്ലാസ്സിന് പോകാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവൾ നേരത്തെ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ അനിയത്തിയുടെ മോനെ ഇവിടെ ആക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവിടെ വന്ന് നിന്നിട്ടുള്ളത് കേട്ടോ. 4 ദിവസത്തെ ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി വെള്ളപ്പം ചുട്ടെടുക്കുകയാണ്. അതുപോലെ എഗ്ഗ് കറി ഉണ്ടാക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു എഗ്ഗ് കറിയാണ്. അപ്പോൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും അതുപോലെ വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ വെള്ളപ്പവും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ പത്തിരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വെള്ളപ്പാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളപ്പാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നുള്ള വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ എഗ്ഗൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴാണ് ഞാൻ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു തക്കാളിയാണ്. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എഗ്ഗ് കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുട്ടയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ വേഗം തന്നെ കഴുകിയെടുക്കുകയാണ്. നമ്മൾ ഒരു സമയത്ത് അത് ചുട്ട് കഴിയുന്നത് വരെ അവിടെ നിൽക്കാതെ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് അതിനിടയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പാത്രം അപ്പം കഴുകി വെച്ചാൽ തന്നെ കുറേ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ചുടുന്ന വരെ അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പണി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ കുറേ ടൈം എടുക്കും. അങ്ങനെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വെള്ളപ്പത്തിൻ്റെ അടി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചട്ടി ഓവർ ചൂടായപ്പോൾ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളപ്പൊക്കെ ചുട്ടെടുത്ത് അതിന് ശേഷം ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അനിയത്തി പോകാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സിലേക്ക് 2-3 വെള്ളപ്പം ഇട്ട് കൊടുക്കുകയാണേ. അങ്ങനെ പിന്നെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണേ.
അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരുമ്പോഴേക്കും ചോറിനുള്ള വെള്ളമൊക്കെ തിളക്കും. ആ സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പണികളൊക്കെ വേഗം തന്നെ തീർന്നു കിട്ടും. എന്തായാലും നമ്മൾ തന്നെ ചെയ്യണ്ടേ, അപ്പം വേഗം വേഗം തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ വേഗം തന്നെ ചായ കുടിക്കട്ടെ. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. മോന് സ്കൂളിലേക്ക് വേണ്ടി ഉള്ള സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതുപോലെ എനിക്ക് പല്ല് കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് പല്ല് കാണിക്കാൻ പോകേണ്ട ദിവസമായിരുന്നു. അങ്ങനെ അത് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു ഡേ ആണ്. മുറ്റം പിന്നെ സ്ഥിരമായിട്ട് എൻ്റെ നാത്തൂൻ എന്നാണ് കേട്ടോ മുറ്റടിക്കൽ. അപ്പോൾ അവരത് അവിടെ മുറ്റടിക്കുന്നുണ്ട്. അപ്പോൾ അത് അനിയത്തീൻ്റെ മോന് ഉറങ്ങി എണീറ്റിട്ടുണ്ട് കേട്ടോ. കണ്ണയുടെ കുഞ്ഞിക്ക് കണ്ണ് കാണിച്ചില്ല. കണ്ണ്, മൂക്ക്, തൊള്ള, ചെവിയുടെ, മുടിയുടെ മുടി, പല്ലയുടെ പല്ല്, എവിടെ പല്ല്, പാമ്പേഴ്സൊക്കെ മാറ്റി. ഉമ്മത പോണ ചേച്ചിൻ്റെ ചേച്ചി ഉമ്മത പോണ ടാറ്റ എടുത്താണ്. ടാറ്റക്ക് എവത്താ ഓത്താ വൈകിസത്താ. അങ്ങനെ അവൾ ക്ലാസ്സിന് പോയിട്ടോ. അപ്പോൾ മോന് എടുങ്ങാറൊന്നുമില്ല കേട്ടോ, നല്ല മോനാണ്. അങ്ങനെ കച്ചറ കുറുമ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവനെ അവിടെ ആക്കി അവൾ പോയിട്ടോ. പിന്നെ ഞാൻ എന്താ ചെടീൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മളിത് പോർച്ചിലേക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ പോർച്ചിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴക്കാലമായാലോ. പിന്നെ വെള്ളമൊക്കെ ഓവറായപ്പോൾ ഇതാ ചെടിയുടെ ലീഫൊക്കെ ഒന്ന് ഇതായി പോയിട്ടുണ്ട് കേട്ടോ. ചെടിയൊക്കെ ഒന്നുകൂടി മാറ്റി നടാനൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ചെടിയൊക്കെ ഒന്ന് നോക്കി അതിലുണ്ടായിരുന്ന ഉണങ്ങിയ ഇലയൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ്. എന്നാലും വേനൽക്കാലത്ത് ഞാൻ വിചാരിച്ചു നശിച്ചു പോകുന്നു. ഏതായാലും പ്ലാന്റ് ഒന്നും നശിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ പോർച്ചിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം കൂടുതൽ മഴക്കാലത്ത് വെച്ചാൽ കൂടുതൽ വെള്ളമായി പോയാലും നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സിനൊക്കെ കേടാണല്ലോ ഇലക്ക്. അതുകൊണ്ട് തന്നെ ഞാനിത് പോർച്ചിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ പോർച്ചിൽ നിലത്തായിട്ട് കുറേ ചെടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പോർച്ചിൻ്റെ സൈഡിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. പോർച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാതെ ചെടിയൊക്കെ ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പ്ലാന്റ്സ് ഇതുപോലെ കെയർ ചെയ്യാനും അതുപോലെ പ്ലാന്റ്സിൻ്റെ വെറൈറ്റി കളക്ഷൻസൊക്കെ വാങ്ങാനൊക്കെ. ഞാനിത് കുറേ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള ചെടിയൊക്കെ ഇതിലുണ്ട്. ഇതിന് മുന്നേ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആ ചെടികളൊക്കെ. നമ്മൾ ഓർക്കിഡ് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഓർക്കിഡിൻ്റെ ചട്ടിയിലുള്ള ഓർക്കിഡാണ് പൂവിട്ടിട്ടുള്ളത്. 2-3 ചട്ടിയിൽ ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്കായിട്ടാണ് ചെടിയൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇനി സമയം കളയാനില്ല കേട്ടോ. നമുക്ക് കിച്ചണിലേക്ക് വീണ്ടും കയറണം, അടിച്ചു വാരാനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. എനിക്കിന്ന് ബിസിയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്, അതുപോലെ മക്കളെ സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കിച്ചണിലേക്ക് തന്നെ പോവാണ്. പിന്നെ ഇതിനിടയിൽ വെള്ളം തിളച്ച സമയത്ത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിളച്ച സമയത്ത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പം ഒഴിച്ച് വെള്ളപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് വെച്ചിട്ടുള്ള ചെമ്പൊന്ന് കഴുകിയെടുക്കുകയാണേ. പിന്നെ ഇത് നമ്മൾ വേസ്റ്റ് ഇടുന്ന ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലുണ്ടായിരുന്ന ചെറിയ ചെറിയ വേസ്റ്റൊക്കെ അല്ലേ, അതൊക്കെ ഇതിലേക്കാണ് ഇട്ട് വെക്കുക. എന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ അത് വീണ്ടും അവിടെ വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉച്ചക്കേക്ക് ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചി ചെറുപയർ കറി വെച്ചോളാണ്. അപ്പോൾ ഞാനതൊന്ന് കുതിർത്തി വെക്കുകയാണേ. സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. ചെറുപയർ കറിയും അതുപോലെ ചെറുപയർ കറി തേങ്ങ അരച്ചതും അതുപോലെ ഉണക്കസ്രാവുണ്ട് അത് പൊരിച്ചതുമാണ് ഇന്ന് ലഞ്ചിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ അതവിടെ കുതിർത്തിയിട്ട് ഇതാ കൗണ്ടർ ടോപ്പ് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ പിന്നെ അതാ ടേബിളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ തലേ ദിവസം ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ബുക്കും കാര്യങ്ങളൊക്കെ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയൊരു നോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് പേജിൽ മൈ പ്ലാനർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ ജൂൺ മാസമാണ്. ഫസ്റ്റ് തന്നെ അതാ കലണ്ടർ ഉണ്ട്. പിന്നെ അതുപോലെ കുറച്ച് അത്യാവശ്യം വേണ്ടപ്പെട്ട ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുള്ള ഒരു കോളവും വരച്ചിട്ടുണ്ട്. പിന്നെ ഹാബിറ്റ് ട്രാക്കർ, പിന്നെ അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഉപ്പേരി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ ഒരു പേജിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ പേജിൽ ഡെയിലി, മന്ത്ലി, വീക്ക്ലി ക്ലീനിങ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഇതുപോലെ സ്ക്വയറുകൾ വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 1 വീക്കിലേക്കുള്ള മീൽ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടേക്ക് മീൽ പ്രിപ്പറേഷൻ കാര്യങ്ങൾ എഴുതി വെക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതാ ഇന്ന് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ഈ പോട്ടിൽ ഞാനൊരു സി ജി പ്ലാന്റ് അല്ല, സ്നേക്ക് പ്ലാന്റ് ഇല്ലേ, ചെറിയ വേർഷനിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളെ എന്ത് പ്ലാനായാലും ഉള്ളിൽ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് ചീത്തയായി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാ പ്ലാന്റ്സിനും കുറച്ച് വെയിലും വെളിച്ചവും ഒക്കെ കിട്ടണമല്ലോ. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് തന്നെ അത് ചീഞ്ഞു പോയിട്ടോ. നല്ലൊരു പോട്ടാണ് അത്. അപ്പോൾ ഞാനിതാ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് ടേബിൾ ടോപ്പിലൊക്കെ ഒന്ന് അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒരു ടവൽ വെച്ചിട്ട് നല്ല ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ എന്നും ചെയ്യണം കേട്ടോ നമ്മൾ. കാരണം എപ്പോഴെങ്കിലും പെട്ടെന്ന് ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ടേബിളും അതുപോലെ ലിവിങ് റൂമിലെ സോഫ അതൊക്കെ നല്ല വൃത്തിയിൽ കാണാൻ തന്നെ നമുക്ക് തന്നെ ഒരു മനസ്സുഖമാണ് അല്ലേ. അപ്പോൾ അതാ മക്കളുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം ഇതിലുള്ള കുഷ്യനൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുഷ്യന് നല്ല വൃത്തിയിൽ വെക്കുകയാണേ. അപ്പോൾ മോനിതാ ഈ ഗ്ലാസ് ക്ലീനർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിനവിടെ എവിടെയോ ലീക്ക് ഉണ്ട്. അതിങ്ങനെ കുറച്ച് നിലത്തേക്ക് ചിന്തി പോയിട്ടുണ്ട്. അതുപോലെ കുഷ്യനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് ഞാൻ 2 പ്ലാന്റ് അവിടെ ഒരു സൈഡിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സി പ്ലാന്റും സ്നേക്ക് പ്ലാന്റും കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു റൂമിലുണ്ടായിരുന്ന വാതിലുണ്ട്. ഈ വാതിൽ നമ്മൾ ആദ്യത്തെ കിച്ചണിലേക്ക് കയറുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇത് ഒരു കിച്ചണായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഡോർ തന്നെയാണിത്. ഇതിപ്പോൾ മക്കളെ ബെഡ്റൂം ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനിതാ അതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഈ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് നമ്മൾ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം തന്നെ അടിച്ചു വരികയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ ആയിട്ട് നമുക്ക് ഓരോന്നും ചെയ്ത് തീർക്കാം കേട്ടോ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടന്നാൽ ടൈം പോകുന്നതേ അറിയില്ല. അപ്പോൾ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല. ആ സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കുക, എന്തെങ്കിലും ഫോൺ കാണുക, നമുക്ക് ഇഷ്ടമുള്ള പണികളൊക്കെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതാ വേഗം തന്നെ അടിച്ചു വരികയാണ്. ഞാൻ എല്ലാ ദിവസവും തുടക്കാറില്ല കേട്ടോ. സിറ്റ് ഔട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും തുടക്കാറുണ്ട്. അതുപോലെ കിച്ചണും തുടക്കാറുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒരു 1.5 ദിവസങ്ങളിലൊക്കെയാണ് തുടച്ചെടുക്കൽ. അതുപോലെ ടേബിളിൻ്റെ അടി ജസ്റ്റ് ഒന്ന് അടിച്ചു വാരലേ ഉള്ളൂ. അത്യാവശ്യം ചില ദിവസങ്ങളിൽ മാത്രമാണ് ചെയർ നീക്കിയിട്ട് അതിൻ്റെ അടി അടിച്ചു വാരലുള്ളൂ. പിന്നെ ഇത് ഉമ്മച്ചിൻ്റെ ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെയാണ് എൻ്റെ നാത്തൂനും ഉമ്മച്ചും കിടക്കൽ. അങ്ങനെ അതും ഒന്ന് തട്ടി വിരിച്ചെടുക്കുകയാണ്. മക്കൾ എണീറ്റിട്ടില്ല. അപ്പോൾ മക്കളൊക്കെ ഒരു റൂമിൽ ഉറങ്ങുന്നുണ്ട്, നമ്മൾ ബെഡ്റൂമിൽ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അവരവിടെ കിടക്കട്ടെ, ഞാൻ അവരെ ഉണർത്തിയില്ല കേട്ടോ. അവർ ഉറങ്ങുന്നിടത്തോളം ഉറങ്ങട്ടെ, എനിക്ക് പോകാനുള്ളതല്ലേ, അതുകൊണ്ട് അവരവിടെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിച്ചണും ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ ലിവിങ് റൂമും സിറ്റ് ഔട്ടും ബെഡ്റൂമും ഒക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആര് വന്നാലും നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കണ കാണുമ്പോൾ.
അങ്ങനെ ഏതായാലും ഇതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം തന്നെ കുളിച്ച് മാറ്റിയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അങ്ങനെ ഇതാ മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. എൻ്റെ മൂത്ത മോനും ഉണ്ട്. അങ്ങനെ നമ്മൾ മൂന്നാളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ താഴത്തുള്ള താത്ത ചോദിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അപ്പോൾ അതിനുള്ള മറുപടി കൊടുത്തതാണ്. ഞങ്ങൾ നേരെ ഇറക്കിൽ തന്നെ നമ്മൾ അയൽവാസിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മോന് വെള്ളപ്പത്തിൻ്റെ കഷ്ണം അങ്ങനെ കൊടുത്ത് നോക്കുകയാണ്. കുറച്ചൊക്കെ നേരത്തെ തിന്നിട്ടുണ്ട്, എന്നാലും പോവല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ്. അങ്ങനെ ഏതായാലും നമ്മൾ എന്നാൽ പോയി വരാം കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ വണ്ടിമേലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ KMCT നമ്മൾ പല്ല് കാണിക്കാനുള്ള സ്ഥലത്തെത്തിയപ്പോഴേക്കും മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ അടുത്തിരുന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പല്ലൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു. റെയിൻകോട്ടൊക്കെ ഉണ്ടെന്നാലും ചെറുതുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. മഴയൊക്കെ ചോർന്ന സമയത്ത് നമ്മൾ മുക്കത്തേക്ക് പോയിട്ടോ. മുക്കത്ത് സനം ബേഗ് ഹൗസ് എന്നുള്ള ആ ബേഗ് ഹൗസിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ബാഗ് എടുക്കൽ. നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ മോന് ഇതുപോലെ ട്രോളി ബാഗ് വേണം നിർബന്ധമാണ്. അപ്പോൾ അവന് നിർബന്ധം പറഞ്ഞപ്പോൾ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബാഗാണ് അവൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി അതെങ്ങനെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല അറകളും കാര്യങ്ങളും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബാഗാണ്. ഞാൻ ചെറിയ മോന് അതെടുത്തിട്ടുണ്ട്. പിന്നെ മൂത്ത മോന് സാധാരണ നോർമലായിട്ടുള്ള ഒരു ബാഗും എടുത്തിട്ടുണ്ട്. മോനിതവിടെ വിസിലടിച്ച് കളിക്കുകയാണ് കേട്ടോ. അവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് നേരം മൂത്ത മോൻ അവനെയും നോക്കി അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞാൻ ബാഗൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ലേഡീസ് ബാഗ് ആയിക്കോട്ടെ, അതുപോലെ കുട്ടികളെ ബാഗായാലും അങ്ങനെ എല്ലാ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉള്ള ഒരു ഷോപ്പാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മുക്കത്ത് സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഞാൻ നോർമലായിട്ടുള്ള ചോറും അതുപോലെ മോന് വേണ്ടിയ ഫ്രൈഡ് റൈസാന്ന് പറഞ്ഞപ്പോൾ അവന് ഫ്രൈഡ് റൈസും വാങ്ങി കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഉച്ചയൂണായിരുന്നു കേട്ടോ. നല്ല കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് പായസം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ പൊരിച്ചതൊന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വേഗം പോകണം. മോനും ഉണ്ടല്ലോ ഒപ്പരം. അങ്ങനെ ഇതാ അവനും ഫ്രൈഡ് റൈസ് ഇതാ കഴിക്കുകയാണ്. പിന്നെ കുറച്ച് മോൻ്റെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവനങ്ങനെ നുള്ളി കുറച്ചായിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് അവിടെ ഉറ്റിച്ച് കൊടുത്തപ്പം അതിങ്ങനെ തോണ്ടി കഴിക്കുകയാണേ. അതവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഏതായാലും അടിപൊളി ഫുഡായിരുന്നു. നമ്മളിവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കൽ. മുക്കത്ത് വന്നാൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ചെയ്യുക. നല്ല മഴ പെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ അൺബോക്സിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ബായ്.